നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മുതിർന്ന നേതാക്കളെയും മുൻഗാമികളെയും നേരിൽ കണ്ട അനുഗ്രഹം തേടുന്ന തിരക്കിലാണ് വി.ഡി. സതീശൻ. ഇതിനിടയ്ക്ക് അന്തരിച്ച മുൻ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ ജി കാർത്തികേയന്റെ വീട് സന്ദർശിച്ചപ്പോൾ തികച്ചും വൈകാരികമായ നിമിഷങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. ജി കാർത്തികേയന്റെ വസതിയിലെത്തിയ വി.ഡി. സതീശൻ വികാരാതീതനായാണ് സംസാരിച്ചത്. ജി.കെ. എന്ന തന്റെ രാഷ്ട്രീയ ഗുരുവിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ച അദ്ദേഹം തന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ആ വ്യക്തിത്വത്തിനുള്ള സ്വാധീനം എടുത്തു പറഞ്ഞു. ജി കാർത്തികേയന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതൊരു സന്ദർശനമല്ല, എൻ്റെ സ്വന്തം കുടുംബത്തിലേക്കുള്ള മടങ്ങിവരവാണ്. ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ പോകാനാണ്? വി.ഡി. സതീശൻ ചോദിച്ചു. വി.ഡി. സതീശന്റെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച ജി കാർത്തികേയന്റെ ഭാര്യ MT സുലേഖ തന്റെ വികാരം പങ്കുവച്ചു. സതീശൻ എനിക്ക് വെറുമൊരു രാഷ്ട്രീയ നേതാവല്ല, മറിച്ച് എൻ്റെ മൂത്ത മകനെ പോലെയാണ് എന്നും അവർ പറഞ്ഞു. ആ വാക്കുകളിൽ ഒരു അമ്മയുടെ വാത്സല്യവും അഭിമാനവും നിറഞ്ഞിരുന്നു. സതീശന്റെ രാഷ്ട്രീയ പാടവത്തെയും കഴിവിനെയും കുറിച്ച് സംസാരിക്കവേ അവർ ഭൂതകാലം ഓർത്തെടുത്തു. സതീശന്റെ ഉള്ളിലെ സംഘടനാശേഷിയും പ്രതിഭയും ആദ്യമായി തിരിച്ചറിഞ്ഞത് ജി.കെ. ആയിരുന്നു. അന്നത്തെ യുവ നേതാവിനെ കൈപിടിച്ച് വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. ജി.കെ. അന്ന് കണ്ട ദീർഘവീക്ഷണം എന്ന് സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അന്വർത്ഥമായിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസങ്ങളായ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും പരാമർശിച്ചാണ് സുലേഖ സതീശൻ ആശംസകൾ നേർന്നത്. ലീഡറെയും ഉമ്മൻചാണ്ടിയെ പോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തൊട്ടറിയുന്ന, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന മികച്ചൊരു മുഖ്യമന്ത്രിയാകാൻ സതീശന് സാധിക്കട്ടെ എന്ന് അവർ ഹൃദയപൂർവ്വം ആശംസിച്ചു. ചടങ്ങിൽ സന്നിഹിതനായിരുന്ന KC ശബരിനാഥനും സതീശന്റെ നേതൃത്വത്തെ പ്രകീർത്തിച്ചു. കേരളത്തെ മികച്ച രീതിയിൽ നയിക്കാൻ വി.ഡി. സതീശന് കഴിയുമെന്നും നാടിന്റെ വികസനത്തിന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കരുത്തു പകരുമെന്നും ശബരിനാഥൻ പറഞ്ഞു. ജി.കെയുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ നടന്ന ഈ കൂടിക്കാഴ്ച പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ കൂടി സാക്ഷ്യപത്രമായി മാറി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി പാർട്ടിയിലും മുന്നണിയിലും പൂർണ്ണമായ ഐക്യം ഉറപ്പുവരുത്താനുള്ള തീവ്ര സമരത്തിലാണ് വി.ഡി. സതീശൻ. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രമുഖ നേതാക്കളുടെ വസതികൾ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ സജീവമായ സന്ദർശനങ്ങളിലാണ് സതീശൻ. കോൺഗ്രസിന്റെ കരുത്തരായ നേതാക്കളെ കണ്ട് അദ്ദേഹം പിന്തുണ ഉറപ്പാക്കി. രാഷ്ട്രീയത്തിലെ തന്റെ മാർഗദർശിയായ AK ആന്റണിയെ സന്ദർശിച്ച് സതീശൻ ഭരണപരമായ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തേടി. ആദർശ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ VM സുധീരനെയും നേരിൽ കണ്ട് സതീശൻ പിന്തുണ അഭ്യർത്ഥിച്ചു. UDF-ലെ ഘടകകക്ഷി നേതാക്കളെയും നേരിൽ കണ്ട് വിശ്വാസത്തിലെടുക്കാൻ സതീശൻ മറന്നില്ല. ഇന്ന് രാവിലെ കേരള കോൺഗ്രസ് നേതാവ് PA ജോസഫിനെ കണ്ട് മുന്നണിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കൂടാതെ മുതിർന്ന നേതാവ് അടൂർ പ്രകാശ് അടക്കമുള്ളവരുമായും അദ്ദേഹം വിശദമായ ചർച്ചകൾ നടത്തി. മുന്നണി സംവിധാനം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം നേതാക്കളെ ബോധ്യപ്പെടുത്തി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനാധിപത്യപരമായ മര്യാദകൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സന്ദർശിച്ചു. ഭരണഘടനാപരമായ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുൻപത്തെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചത് രാഷ്ട്രീയ കേരളം ഏറെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. തുടക്കത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായെങ്കിലും ഒടുവിൽ രമേശ് ചെന്നിത്തലയും വസതിയിലെത്തി സതീശൻ അദ്ദേഹത്തെയും നേരിൽ കണ്ടു. പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ ഭിന്നതകളും ഇല്ലെന്ന സന്ദേശം അണികൾക്ക് നൽകാൻ ഈ കൂടിക്കാഴ്ച സഹായിച്ചു. മുതിർന്ന നേതാക്കളുടെ കൈപിടിച്ച് എല്ലാവരെയും ഒരേ മനസ്സോടെ നയിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഓരോ സന്ദർശനത്തിലൂടെയും വി.ഡി. സതീശൻ അടിവരയിടുന്നു.